ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ 2019 SSC CPOന്റെ ക്വസ്റ്റ്യൻ ആണ്. ബോട്ടൺ സ്ട്രീമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് അനുസരിച്ചല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. പൊതുവേ കുറച്ച് മെത്തേഡുകൾ കാണും, ആ ഒരു മെത്തേഡ് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, ബട്ട് ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ, പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്നത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബോട്ടിന് 30 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, 30 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. ഓക്കെ, 24 കിലോമീറ്റർ അപ് സ്ട്രീം, 24 കിലോമീറ്റർ അപ് സ്ട്രീം. ഇത് നമ്മൾ എഴുതുന്നത് നമുക്കറിയാം 30/Dയും 24/U ആണ്. ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യനിലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെയും അങ്ങനെ എഴുതുന്നു. ഇനി നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ എടുത്ത് ചെയ്തു, പക്ഷെ ഞാൻ ഇവിടെ ഫ്രാക്ഷൻ എടുക്കുന്നില്ല. കാരണം ഇത് മിനിറ്റിലോട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ 37 മിനിറ്റിനെയൊക്കെ ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ അത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിനെ മിനിറ്റിലോട്ട് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മിനിറ്റിലോട്ട് ആക്കുമ്പോൾ ഇതിനെയും മിനിറ്റിലോട്ട് ആക്കാം. 2 അവർ 27 മിനിറ്റ്. 2 അവർ 27 മിനിറ്റ് എന്ന് പറയുമ്പോൾ 120ഉം 27 147 മിനിറ്റ് ടോട്ടൽ വേണം. ഇതേ ബോട്ടിന് 10 കിലോമീറ്റർ ഡൗൺ സ്ട്രീമും 4 കിലോമീറ്റർ അപ് സ്ട്രീമും 37 മിനിറ്റ് എടുക്കും. 37 മിനിറ്റ് എടുക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിനകത്ത് കട്ട് ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കുക, എന്നിട്ട് എളുപ്പമുള്ള വഴി ആലോചിക്കുക. ഓക്കെ, എന്താ വേണ്ടതെന്ന് ആലോചിക്കുക. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ആക്ച്വലി ബോട്ടിന്റെ സ്പീഡല്ല ചോദിച്ചത്, നമ്മൾക്ക് ചോദിച്ചത് അപ് സ്ട്രീമിന്റെ സ്പീഡാണ് ചോദിച്ചത്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് അപ് സ്ട്രീമിന്റെ സ്പീഡാണ് ചോദിച്ചത്, വേറെ ക്വസ്റ്റ്യനുമായിട്ട് മിക്സ് ആയതാണ്. എന്നിട്ട് ഓപ്ഷൻ തന്നത് 24, 18, 22, 20 ആണ്. അപ് സ്ട്രീമിന്റെ സ്പീഡാണ് ചോദിച്ചത്. 24, 28, 18, 22, 20. ഓക്കെ, അപ് സ്ട്രീമിന്റെ സ്പീഡാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീം ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഇവിടെ ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സാധനത്തിന് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ ഈ 30 അങ്ങ് അടിച്ചു പോകും. സോ ഞാനിത് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 30, 12, 90, 21. 90, 21 എന്ന് പറയുമ്പോൾ 111. 90, 21. ഓക്കെ, ഇനി ഞാനാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കുമ്പോൾ ഇത് പോയി, ഡൗൺ സ്ട്രീം പോയി. അപ് സ്ട്രീമിൻ്റെ കേസിൽ 12 വരും. ഇവിടെയാണെങ്കിൽ 12 പോയിട്ട് ബാക്കി 36 വരും. 36 മിനിറ്റ് എന്ന് പറഞ്ഞു വരും. നമുക്ക് ചോദിച്ചിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം 12 കിലോമീറ്റർ അപ് സ്ട്രീം സ്പീഡിൽ പോകുമ്പോൾ 36 മിനിറ്റ് എടുക്കുന്നെന്ന. 36 മിനിറ്റിന് അവറിലോട്ട് ആക്കി കഴിഞ്ഞാൽ ബൈ 60. ഇതിന്ന് യു കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 12 × 60 ഡിവൈഡഡ് ബൈ 36. സോ ക്യാൻസൽ ചെയ്ത് പോകും. 3, ഇവിടെ 20 വരും. 20 ആകുമ്പോൾ 20 കിലോമീറ്റർ പെർ അവർ. സോ ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്നും ചെയ്തില്ല, കാരണം ഇത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യും. കുറേയൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എങ്ങനെ ചെയ്യാം എന്ന് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ കുറേ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോഴാണ് ആ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു അപ്രോച്ചിലാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ, 20 കിലോമീറ്റർ പെർ അവർ.